ഒരുപാട് പേര് എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ളവരും ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ളവരും ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് അബ്രോഡ് സ്റ്റഡീസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇറ്റലിയെ കുറിച്ച് അറിഞ്ഞത്, അല്ലെങ്കിൽ ഇറ്റലിയിലേക്ക് വന്നത്, എന്തുകൊണ്ട് ഇറ്റലി ചൂസ് ചെയ്തു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കാരണം നോർമലി ജർമ്മനി, UK, കാനഡ, ഓസ്ട്രേലിയയിലൊക്കെയാണ് ഒരുപാട് കുട്ടികൾ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇറ്റലി ചൂസ് ചെയ്തു എന്ന് ചോദിക്കാറുണ്ട് എന്നോട് ഒരുപാട് പേര്. ഒന്നാമത്തെ കാര്യം പറയാവുന്നത്, ഇറ്റലി ഈസ് നോട്ട് എൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി. അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റും ഉണ്ട്, ഒരു യൂറോപ്യൻ കൺട്രിയിലേക്കാണ് ഞാൻ പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരായിട്ട് സംവദിക്കാനും സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും പറ്റും എന്നുള്ളത്. പക്ഷേ അത് വളരെ തെറ്റായൊരു ധാരണയായിരുന്നു. അപ്പോൾ ഇറ്റാലിയൻ ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ജോലി നേടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും, അതായത് ഒരു പാർട്ട് ടൈം ജോലിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അത് നേടണം എന്നുണ്ടെന്നുണ്ടെങ്കിലും അത് അത്ര ഈസി അല്ല. കാരണം ഇനീഷ്യലി നമുക്ക് ഭാഷാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വേണം. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരു പക്ഷെ നമുക്ക് ജോലി ലഭിച്ചോളണം എന്നില്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരുപാട് പേര് ചോദിക്കുന്നത് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. സ്കോളർഷിപ്പ് പല യൂണിവേഴ്സിറ്റീസ് പല രീതിയിലാണ്. ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ ഒരു നിശ്ചിതമായ ക്രെഡിറ്റ്, അതായത് ഇത്രയും എക്സാംസ് ക്ലിയർ ചെയ്തിട്ട് ഒരു ക്രെഡിറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമാണ് സ്കോളർഷിപ്പ് നൽകുക. അങ്ങനെ ആ ക്രെഡിറ്റ് അച്ചീവ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ശരിക്കും ആക്ച്വലി സ്കോളർഷിപ്പ് കിട്ടിയത്. ഇനി അത് അങ്ങനെയല്ലാതെ നമ്മൾ വരുന്ന സമയത്ത് തന്നെ സ്കോളർഷിപ്പ് എമൗണ്ട് വിത്തിൻ ഫ്യൂ മന്ത്സ് പീരീഡ് ഓഫ് ടൈം സ്കോളർഷിപ്പ് എമൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ സ്കോളർഷിപ്പ് എന്തിൻ്റെ ബേസിസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ എൻ്റെ എക്കണോമിക് അല്ലെങ്കിൽ എൻ്റെ ഇൻകം കപ്പാസിറ്റി, എൻ്റെ ഫാമിലി അസറ്റ്സ്, എൻ്റെ ഫാമിലി ഇൻകം എല്ലാത്തിൻ്റെയും ബേസിസിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഒരുപാട് റിജക്ഷൻസ് വരുന്ന ഒരു കാര്യമാണ് ഇറ്റലി. വിസാസ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട്, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും ശ്രമിക്കുന്ന സമയത്തും ഒരുപാട് റിജക്ഷൻസ് വരുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറ്റലി. ഇനി മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളിൽ നിന്ന് നിങ്ങളാരും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കൂടി ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം ഭാഷയായിരുന്നു ഞാൻ ചെയ്തത് തെറ്റ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് സ്കോളർഷിപ്പിന് വേണ്ടി കൊടുത്ത ഡോക്യുമെൻറ്റ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഏരിയ അല്ലെങ്കിൽ എൻ്റെ അസറ്റ്സിൻ്റെ അളവ് ശരിക്കും വളരെ കുറവായിരുന്നു. എനിക്കൊരു ഏജൻസി ഗൈഡൻസ് പ്രകാരമാണ് ഞാൻ ചെയ്തത്. ആ ഏജൻസി ഗൈഡൻസ് പ്രകാരം ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആയിരുന്നില്ല ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് പിന്നീടാണ് എനിക്കത് മനസ്സിലായത് ആ ഡോക്യുമെൻ്റ് കൊടുത്തതിന് ശേഷം. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് രാജ്യങ്ങളിൽ പലപ്പോഴും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പോയിട്ട് പെട്ടെന്ന് ജോലി നേടി അവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റിലാവുന്ന കുട്ടികളെ, വിദ്യാർത്ഥികൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ അങ്ങനത്തെ ഒരു കാര്യമല്ല. കാരണം അത്രയും പെട്ടെന്ന് നമുക്കൊരു പാർട്ട് ടൈം ജോലി നേടി ഒന്ന് സെറ്റിൽ ചെയ്ത് അല്ലെങ്കിൽ ഫാമിലിയെ ആശ്രയിക്കാതെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് വരരുത്. അത്യാവശ്യം കയ്യിലൊരു എമൗണ്ട് ഓഫ് ഇൻകം, അറ്റ്ലീസ്റ്റ് ഫോർ 6 months അല്ലെങ്കിൽ ഒരു 8 months നമ്മുടെ കയ്യിൽ ജോലി ഇല്ലാതെ തന്നെ നമുക്കിവിടെ നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു ഇൻകം കൂടി നമ്മൾ കരുതിയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബാങ്കിൽ എമൗണ്ട് കാണിക്കുന്ന ഒരു കാര്യമാണ്. ഈ കോവിഡ് സാഹചര്യം പ്രമാണിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂസ് ഒന്നും മുംബൈയിൽ ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടു. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് കാണിക്കുന്ന എമൗണ്ടും കുറച്ച് ഹയർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു 14 to 15 lakh rupees-ഓളം ഇപ്പോൾ സ്റ്റുഡൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാണിക്കുന്ന സമയത്ത് ഒരു 6.5 to 7 lakh rupees ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ദ ഡബിൾ എമൗണ്ട് ഈസ് ബീൻ ഷോൺ ഇൻ ദ ബാങ്ക്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡയറക്റ്റ് ഇൻ്റർവ്യൂസിൽ അറ്റൻഡ് ചെയ്യുകയും അവിടെ നമ്മൾ എന്താണ് നമ്മുടെ മോട്ടീവ് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറയാനും ശ്രമിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ജനറലി ഇറ്റലി എന്ന് പറയുന്ന ഒരു രാജ്യത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് സ്ട്രഗിൾ ഉണ്ട്. ഈ ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ കുറച്ച് ഡിഫറൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോർമലി മറ്റു രാജ്യങ്ങളെ പോലെ വളരെ ഈസി വാക്കൗർ ആണെന്ന് വിചാരിച്ചിട്ട് വരരുത്. ഒരു രാജ്യവും ഈസി അല്ല, ഞാൻ ഒന്നിനും ചെറുതായി കണ്ടുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് കുറച്ചും കൂടിയും ചിലപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പിന്നെ ഒരുപാട് ഏജൻസീസ് ഉണ്ട്, ഒരുപാട് സ്റ്റഡി അബ്രോഡ് പ്ലാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക.